നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് ജനുവരി 10 വെള്ളി 2025 വാർത്തകളിലേക്ക്. മലയാളത്തിന്റെ പ്രിയ ഗായകൻ പി ജയചന്ദ്രൻ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. തൃശൂർ അമല ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. ഇന്നലെ രാത്രി 7:54 മരണം സ്ഥിരീകരിച്ചത്. ഇന്നലെ വൈകിട്ട് 7 മണിക്ക് പൂങ്കുന്നത്തെ വീട്ടിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് 1 വർഷത്തിൽ അധികമായി അമല ആശുപത്രിയിൽ പലപ്പോഴായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. മലയാളികളുടെ പാവഗായകൻ പി ജയചന്ദ്രന്റെ മൃതദേഹം ഇന്ന് രാവിലെ 9:30 പൂങ്കുന്നത്ത് ചക്കാമുക്ക് തോട്ടയേക്കാട് ലൈൻ തറവാട് വീട്ടിലേക്ക് കൊണ്ടുവരും. 12 മണി മുതൽ സംഗീത അക്കാദമിയുടെ റീജിയണൽ തിയേറ്റർ ഹാളിൽ പൊതുദർശനം നടത്തും. നാളെ 9 മണി മുതൽ ചേന്ദമംഗലം പാലിയം തറവാട്ടിൽ പൊതുദർശനം. വൈകിട്ട് 3 മണിക്ക് പാലിയം തറവാട് ശ്മശാനത്തിലാണ് സംസ്കാരം. തൃപ്പൂണിത്തുറ കോവിലകത്തെ രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാന്റെയും ചേന്ദമംഗലം പാലിയം തറവാട്ടിലെ സുഭദ്ര കുഞ്ഞമ്മയുടെയും മൂന്നാമത്തെ മകനായി 1944 മാർച്ച് 3 എറണാകുളത്താണ് ജയചന്ദ്രൻ ജനിച്ചത്. പിന്നീടാണ് ഇരിങ്ങാലക്കുട പാലിയത്തേക്ക് താമസം മാറിയത്. ചേന്ദമംഗലത്തെ പാലിയം സ്കൂൾ, ആലുവ സെന്റ് മേരീസ് ഹൈസ്കൂൾ, ഇരിങ്ങാലക്കുട നാഷണൽ ഹൈസ്കൂൾ, ഇരിങ്ങാലക്കുട ക്രസ്റ്റ് കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം. ആദ്യ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ജയചന്ദ്രന് മൃദംഗത്തിൽ 1ാം സ്ഥാനവും ലളിതഗാനത്തിൽ 2ാം സ്ഥാനവും ലഭിച്ചു. ലളിതഗാനത്തിലും ശാസ്ത്രീയ സംഗീതത്തിലും യേശുദാസായിരുന്നു ഒന്നാമത്. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റുകളിലൊന്നായിരുന്നു ജയചന്ദ്രൻ പാടി പുറത്തിറങ്ങിയ ആദ്യ ചലച്ചിത്ര ഗാനം. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലായി പി ജയചന്ദ്രൻ 16,000-ലേറെ ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം 1 തവണയും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 5 തവണയും നേടിയിട്ടുണ്ട്. കേരള സർക്കാരിൻ്റെ JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. തമിഴ്നാട് സർക്കാരിൻ്റെ കലൈമണി ബഹുമതി, 4 വട്ടം തമിഴ്നാട് സംസ്ഥാന പുരസ്കാരം എന്നിവയും ലഭിച്ചു. ഭാര്യ ലളിത, മക്കൾ ലക്ഷ്മി, ദിനനാഥൻ. 6 പതിറ്റാണ്ടോളം പല തലമുറകൾക്ക് ഒരുപോലെ ആനന്ദമേകിയ ഹൃദ്യമായ സ്വരജനമനസ്സുകൾ എന്നും സാന്ദ്രമായി തുടരുമെന്ന് പി ജയചന്ദ്രന്റെ നിര്യാണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. മലയാളത്തിന്റെ പ്രിയ ഭാവഗായകൻ പി ജയചന്ദ്രന്റെ വിയോഗത്തിലെ വേദന പങ്കുവച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാലദേശാതിർത്തികൾ ലംഘിക്കുന്ന ഗാന സബരിക്കാണ് വിരാമമായിരിക്കുന്നതെന്നും ഒരു കാലഘട്ടം മുഴുവൻ മലയാളിയുടെയും ദക്ഷിണേന്ത്യക്കാരൻ്റെയും ഇന്ത്യയിൽ ആകെയുള്ള ജനങ്ങളുടെയും ഹൃദയത്തിലെ കുടിയേറിയ ഗായകനാണ് പി ജയചന്ദ്രനെന്നുമാണ് മുഖ്യമന്ത്രി അനുസ്മരിച്ചത്. ഭാവദീപ്തിയുടെ സ്വരമാധുര്യം നിലച്ചെന്ന് ഗായകൻ പി ജയചന്ദ്രനെ അനുസ്മരിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മലയാളിക്ക് വീണ്ടും വീണ്ടും കേൾക്കണമെന്ന് തോന്നുന്ന അപൂർവം ശബ്ദങ്ങളിൽ ഒന്നാണെന്നും കാലഭേദമില്ലാതെ തലമുറയിൽ ഏറ്റെടുത്ത ശബ്ദമാണ് പി ജയചന്ദ്രനെന്നും VD സതീശൻ അനുസ്മരിച്ചു. നടി ഹണി റോസ് നൽകിയ ലൈംഗികാധിക്ഷേപ കേസിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിച്ചില്ല. 14 ദിവസത്തേക്ക് ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്യാനാണ് കോടതി ഉത്തരവ്. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറഞ്ഞത്. ഉത്തരവ് കേട്ട് ബോബി ചെമ്മണ്ണൂർ പ്രതിക്കൂട്ടിൽ തളർന്ന് ഇരുന്നു. തുടർന്ന് ബോബിയെ കോടതി മുറിയിൽ വിശ്രമിക്കാൻ അനുവദിച്ചു. റിമാൻഡിലെ പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കാക്കനാട് ജയിലിലേക്ക് മാറ്റി. പ്രതി കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് പ്രഥമദൃഷ്ട്യാ തന്നെ വ്യക്തമാകുന്നുവെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ഉള്ളത്. പ്രതി വ്യാപാര പ്രമുഖനാണെന്നും സാക്ഷികളെ ചോദിക്കാൻ സാധ്യതയുള്ള വാദം അംഗീകരിച്ചാണ് കോടതി ജാമ്യം നിഷേധിച്ച് റിമാൻഡ് ചെയ്തത്. വൈദ്യപരിശോധന പൂർത്തിയാക്കി ബോബി ചെമ്മണ്ണുമായി പോലീസ് വാഹനം കാക്കനാട് ജയിലിലേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടെ ബോബിക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ പോലീസ് വാഹനം തടഞ്ഞു പ്രതിഷേധിച്ചു. ലൈംഗികാധിക്ഷേപ കേസിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്ത പിന്നാലെ പ്രതികരിച്ച് പരാതിക്കാരിയായ നടി ഹണി റോസ് ഒരു യുദ്ധം ജയിച്ചതിന്റെ ആഹ്ലാദത്തിൽ അല്ലെന്നും ആരെയും ഉപദ്രവിക്കാൻ ആഗ്രഹിച്ചിട്ടില്ലെന്നും ആരുടെയും വേദനയിൽ താൻ ആഹ്ലാദിക്കുകയില്ലെന്നും നടി തന്റെ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു. ലൈംഗികാധിക്ഷേപ കേസിൽ റിമാൻഡിലായ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യപേക്ഷയിൽ തിരിച്ചടിയായത് ഹണി റോസ് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നൽകിയ നിർണായക രഹസ്യമൊഴി. 164 വകുപ്പ് പ്രകാരമുള്ള സ്റ്റേറ്റ്മെന്റിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഗുരുതരമായ പരാമർശങ്ങളുണ്ടെന്നാണ് സൂചനകൾ. ബോബി ചെമ്മണ്ണൂരിനെ കാക്കനാട് ജയിലിലേക്ക് കൊണ്ടുപോയ പോലീസ് വാഹനം തടഞ്ഞ സംഭവത്തിൽ പോലീസ് കേസെടുക്കും. കൃത്യനിർവഹണം തടസ്സപ്പെടുത്താനുള്ള ശ്രമമെന്ന് വിലയിരുത്തിയാണ് പോലീസ് നടപടിക്ക് ഒരുങ്ങുന്നത്. എറണാകുളം ജില്ലാ ആശുപത്രി പരിസരത്ത് വെച്ചാണ് ബോബി ചെമ്മണ്ണൂർ അനുകൂലികൾ വാഹനം തടഞ്ഞത്. തന്നെ ശിക്ഷിച്ചിട്ടില്ലെന്നും തനിക്ക് ജാമ്യം നിഷേധിച്ചിട്ടുള്ളൂ എന്നും ബോബി ചെമ്മണ്ണൂർ കാക്കനാട് ജയിലിന് പുറത്ത് കാത്തുന്ന മാധ്യമപ്രവർത്തകരാണ് ബോബി ഇക്കാര്യം പറഞ്ഞത്. ഇന്ന് ജില്ലാ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുമെന്നും ബോബി കൂട്ടിച്ചേർത്തു. പെരിയ ഇരട്ടക്കൊലക്കേസിൽ നിരപരാധികളെയാണ് CBI പ്രതി ചേർത്തതെന്നും അതുകൊണ്ട് ശിക്ഷ ഹൈക്കോടതി സ്റ്റേ ചെയ്തതെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ. CPM നിരപരാധികൾക്ക് ഒപ്പമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വയനാട് DC ട്രഷറർ NM വിജയന്റെയും മകന്റെ ആത്മഹത്യയിൽ കോൺഗ്രസ് നിലപാട് കുറ്റം ചെയ്തവർക്ക് ഒപ്പമാണെന്നും അദ്ദേഹം പറഞ്ഞു. വാളയാർ കേസിലെ പെൺകുട്ടികളുടെ അച്ഛനെയും അമ്മയെയും പ്രതി ചേർത്ത് അനുബന്ധ കുറ്റം സമർപ്പിച്ച് CBI. തിരുവനന്തപുരം CBI യൂണിറ്റാണ് കൊച്ചി CBI 3ാം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. 6 കേസുകളാണ് കുറ്റപത്രം സമർപ്പിച്ചത്. പ്രേരണ കുറ്റം ചുമത്തിയ കുറ്റപത്രങ്ങളുടെ കുട്ടികളുടെ അച്ഛനും അമ്മയും പ്രതികളാണ്. കുട്ടികൾ ബലാത്സംഗത്തിന് ഇരയായ വിവരം മുൻകൂട്ടി അറിഞ്ഞിട്ടും മാതാപിതാക്കൾ പോലീസിനെ അറിയിച്ചില്ലെന്ന കാരണത്തിലാണ് ആത്മഹത്യാ പ്രേരണം കുറ്റം ചുമത്തി പ്രതികളാക്കിയത്.
പോക്സോ കേസുകളും വകുപ്പുകളും IPC വകുപ്പുകളും മാതാപിതാക്കൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. വാളയാർ കേസിൽ പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്കെതിരെ ആത്മഹത്യ പ്രേരണ കുറ്റവും പോക്സോ കേസും ചുമത്തി CBI അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചതിൽ പ്രതികളുമായി വാളയാർ പെൺകുട്ടികളുടെ അമ്മ നിരപരാധിത്വം തെളിയിക്കുമെന്നും ആരോപണം ഉന്നയിക്കുന്ന CBI തെളിവ് തരട്ടെയെന്നും വാളയാർ പെൺകുട്ടികളുടെ അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു. മല്ലു ഹിന്ദു വാട്സാപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ സസ്പെൻഷനിലായിരുന്ന IAS ഉദ്യോഗസ്ഥൻ K. ഗോപാലകൃഷ്ണൻ IASനെ സർക്കാർ സർവീസിലേക്ക് തിരിച്ചെടുത്തു. മതാടിസ്ഥാനത്തിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്നായിരുന്നു ഇദ്ദേഹത്തിനെതിരെയുള്ള പരാതി. സംഭവത്തിൽ റിവ്യൂ കമ്മിറ്റിയുടെ ശുപാർശയിലാണ് സസ്പെൻഷൻ പിൻവലിച്ചത്. വകുപ്പുതല അന്വേഷണത്തിൽ ഗോപാലകൃഷ്ണനെതിരെ കുറ്റം തെളിയിക്കാൻ ആയില്ലെന്നാണ് കണ്ടെത്തൽ. കാട്ടാനാക്രമണത്തിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടതിനെ തുടർന്ന് നിലമ്പൂർ DFA ഓഫീസ് ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായ PV അൻവർ MLAയുടെ അനുയായി EA സുഗുവനുൾപ്പെടെ 4 DMK പ്രവർത്തകർക്ക് ജാമ്യം. നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. സ്കൂൾ കലോത്സവത്തിലെ കിരീടനത്തിന് പിന്നാലെ തൃശൂർ ജില്ലയിലെ സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. ജില്ലാ കളക്ടർ തിരുവനന്തപുരത്ത് നടന്ന 63ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശൂർ ജില്ല 26 വർഷത്തിനു ശേഷം ചാമ്പ്യന്മാരായി സ്വർണ്ണക്കപ്പ് നേടിയ ജില്ലയ്ക്ക് അഭിമാനാർഹമായ വിജയമായതിനാൽ ആഹ്ലാദസൂചകമായി തൃശൂർ ജില്ലയിലെ സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ്, CBSE, ICSE ഉൾപ്പെടെയുള്ള എല്ലാ സ്കൂളുകൾക്കും ഇന്ന് അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. കേരളത്തിൽ ജിയോ ഫൈൻസിംഗ് നടപ്പാക്കി വാഹനങ്ങളുടെ വേഗത നിരീക്ഷിക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ കേരള നിയമസഭാ പുസ്തകോത്സവത്തിൽ നടന്ന സംഭാഷണത്തിൽ യുവതലമുറയും ഗതാഗത നിയമങ്ങളും എന്ന വിഷയം അവതരിപ്പിക്കുകയായിരുന്നു മന്ത്രി. വീട് വയ്ക്കുന്നതിന് ഭൂമി തരം മാറ്റാനുള്ള അപേക്ഷകൾ അതിവേഗം തീരുമാനമുണ്ടാക്കണമെന്നും നിയമപരമായ തടസ്സമുണ്ടെങ്കിൽ അപേക്ഷകരെ അറിയിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തൈക്കാട് അതിഥി മന്ദിരത്തിൽ 2 ദിവസമായി ചേർന്ന ജില്ലാ കളക്ടർമാരുടെയും വകുപ്പ് മേധാവികളുടെയും വാർഷിക സമ്മേളനത്തിന്റെ സമാപനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരള ഹൗസ് അതിക്രമ കേസിൽ V. ശിവദാസൻ MP ഉൾപ്പെടെയുള്ള 10 പ്രതികളെ വെറുതെ വിട്ടു. ദില്ലി റോസ് അവന്യൂ കോടതിയാണ് വിധി. റോസ് തടസ്സപ്പെടുത്തി പാർട്ടി യോഗങ്ങളും സമരവും സംഘടിപ്പിച്ച നേതാക്കൾക്കെതിരെ കർശന നടപടിയുമായി ഹൈക്കോടതി. തിരുവനന്തപുരം വഞ്ചൂരിൽ റോഡ് കെട്ടിയടച്ച് CPM ഏരിയ സമ്മേളനം നടത്തിയ സംഭവത്തിലും സെക്രട്ടറിയേറ്റിന് മുന്നിൽ റോഡ് കെട്ടിയടച്ച് CPIയുടെ സംഘടനയായ ജോയിന്റ് കൗൺസിൽ നടത്തിയ സമരത്തിലും നേതാക്കൾ നേരിട്ട് ഹാജരാകണമെന്ന് കോടതി അലക്ഷ്യ ഹർജിയിലാണ് നേതാക്കളോട് നേരിട്ട് ഹാജരാകാൻ ഹൈക്കോടതി ഈ നിർദ്ദേശം നൽകിയത്. ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച കേസിൽ പ്രതിയായ MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. ശബരിമലയിലെത്തുന്ന ഭക്തജനങ്ങൾക്കും ദേവസ്വം ജീവനക്കാർക്കുമായി സമഗ്ര അപകട ഇൻഷുറൻസ് പരിരക്ഷ ആരംഭിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിച്ചു. കൊച്ചി കല്ലൂർ സ്റ്റേഡിയത്തിൽ ഉമാ തോമസ് MLAയ്ക്ക് സംഭവിച്ച അപകടവുമായി ബന്ധപ്പെട്ട നൃത്തപരിപാടിയിലെ സംഘാടക സ്ഥാപനങ്ങളുടെ ഓഫീസിൽ GST റെയ്ഡ്. ഉമാ തോമസ് MLA ICUവിൽ നിന്ന് മുറിയിലേക്ക് മാറ്റി. അപകടം സംഭവിച്ചു 11 ദിവസമാണ് MLA തീവ്ര പരിചരണ വിഭാഗത്തിൽ നിന്നും മാറ്റുന്നത്. ഇന്നലെ ഉച്ചയോടെ ഉമാ തോമസിനെ മുറിയിലേക്ക് മാറ്റിയത് ഫേസ്ബുക്ക് പേജിലൂടെ കുടുംബം അറിയിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകൻ അരിയൽ ഷുക്കൂറിനെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ മെയ് 5 ഒരുങ്ങുന്നതായി എറണാകുളം പ്രത്യേക CBI കോടതി ഉത്തരവായി. 2 ഘട്ടങ്ങളിലായിരിക്കും വിചാരണ നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ കൊലപാതകം നേരിട്ട് നടത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട 21 സാക്ഷികളെ വിസ്തരിക്കും. മറ്റ് സാക്ഷികളെ 2ാം ഘട്ടത്തിൽ വിചാരണ ചെയ്യും. കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് ബീച്ചിനും കണ്ണൂർ ജില്ലയിലെ ചാൽ ബീച്ചിനും പരിസ്ഥിതി സൗഹൃദ സുസ്ഥിര വികസന മാതൃകകൾക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര ബഹുമതിയായ ഇന്റർനാഷണൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷന് അംഗീകാരം. മോദി സർക്കാരിൻ്റെ കർഷക നയങ്ങളിൽ പ്രതിഷേധിച്ച് വീണ്ടും ആത്മഹത്യ. താരൻ സ്വദേശി രേഷം സിംഗാണ് ശംഭു അതിർത്തിയിൽ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തത്. പ്രധാനമന്ത്രി കർഷകരുടെ ആവശ്യങ്ങൾ കേൾക്കുന്നില്ലെന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രേഷം സിംഗ് പറഞ്ഞിരുന്നു. പാടിയാലെ ആശുപത്രി ചികിത്സയിലിരിക്കെയാണ് രേഷം സിംഗ് മരണത്തിന് കീഴടങ്ങിയത്. ജീവനക്കാർ ആഴ്ചയിൽ 90 മണിക്കൂർ ജോലി ചെയ്യണമെന്ന അഭിപ്രായമായി L&T ചെയർമാൻ SN സുബ്രഹ്മണ്യം. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.